കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ പത്രോസ് വായി തുറന്നു പറഞ്ഞു തുടങ്ങിയത്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34-ാമത്തെ വാക്യം. അതിലെ ആദ്യത്തെ 2-3 വാക്കുകളാണ് എന്നെ ആകർഷിച്ചത്. അപ്പോൾ പത്രോസ് വായി തുറന്നു. Then Peter opened his mouth. എന്തിനാ തുറന്നത്? കർണല്യസ് എന്ന് പറയുന്ന ഒരു ശതാധിപന്റെ വീട്ടിൽ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട്. ക്രൈസ്തവരായ വിചാരിയരായ ആളുകൾ. അവരോട് സുവിശേഷം പറയുവാൻ ദൈവം വഴിയൊരുക്കുകയാണ്. അദ്ദേഹം യേശുവിൻ്റെ വീണ്ടെടുപ്പിന്റെ കഥ ലളിതമായി പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് അവിടെ വന്നുകൂടി എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഇടയായി, പരിശുദ്ധാത്മാവുള്ളവരായി തീരുവാൻ ഇടയായെന്ന്. എല്ലാവർക്കും ഇതുപോലെ വലിയ സമൂഹത്തോട് സുവിശേഷം പറയാൻ പറ്റി എന്ന് വരില്ല. അതിനുള്ള സാഹചര്യം, അതിനുള്ള സമയവും കിട്ടിയില്ല എന്ന് വരും. എന്നാൽ ഒറ്റയ്ക്ക് നമുക്ക് ആൾക്കാരെ കണ്ട് അവരോട് സാക്ഷിക്കുവാൻ കഴിയും. എൻ്റെ വിഷയം സാക്ഷ്യം എങ്ങനെ നമുക്ക് പറയാം എന്നുള്ളതാണ്. വായ കൊണ്ട്, വായിലൂടെ, സംഭാഷണത്തിലൂടെ എങ്ങനെ സാക്ഷിക്കാമെന്നുള്ളത്. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകൾ ചുരുക്കമായ രീതിയിൽ ഏത് ജാതിയിൽപ്പെട്ട ആളായാലും, എവിടെ നമ്മുടെ ജോലി സ്ഥലത്തായാലും, എവിടെയായാലും, അതിന് പ്രത്യേക സ്ഥലമൊന്നും നിർബന്ധമൊന്നുമില്ല, എവിടെയായാലും അതിൻ്റെതായ അവസരോചിതമായി പറയാൻ നമുക്ക് കഴിയണം. അത് ഓരോ ക്രിസ്ത്യാനിയുടെയും ധർമ്മമാണ്. എന്താണ് ഈ സാക്ഷി എന്നൊക്കെ പറയുന്നത്? സാക്ഷി എന്നത് നമ്മൾ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ, നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ രക്ഷയുടെ അനുഭവം, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വിടിവിച്ചിരിക്കുന്ന അനുഭവം, സൗഖ്യമാക്കിയ അനുഭവങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഇടപെടുന്നതായ കാര്യങ്ങൾ, അതിൽ ലഭിച്ചിരിക്കുന്ന വിജയം, അത് നമ്മൾ മറ്റുള്ളവരുടെ പങ്കുവെച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക, അതെത്രയേ ഉള്ളൂ. പക്ഷെ അതില് ഒരു രക്തസാക്ഷിത്വം ഉണ്ട്. അതിന് കാരണം ടെസ്റ്റിമണി അല്ലെങ്കിൽ വിറ്റ്നസ് എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം മാർട്ടസ് എന്നാണ്. ഈ മാർട്ടസ് എന്ന് പറയുന്നത് നിന്നാണ് മാർട്ടിയ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ മാർട്ടിയർ എന്ന് പറയുന്നത്. അത് രക്തസാക്ഷിത്വം വഹിച്ചവൻ അല്ലെങ്കിൽ രക്തസാക്ഷി എന്നൊക്കെയാണ് അതിനാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് വിഷയങ്ങളും പരസ്യമായി ആളുകളോട് സംസാരിക്കുമ്പോൾ അവിടെ ഈ മാർട്ടിയതം വരില്ല, രക്തസാക്ഷിത്വം വരില്ല. നമുക്ക് കഥകൾ പറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നുണ പറയുകയോ കള്ളം പറയുകയോ അല്ലെങ്കിൽ ആരെയെ കുറിച്ചെങ്കിലും എന്തെങ്കിലും ആക്ഷേപിച്ച് പറയുക, അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിറ്റിസിസം ചെയ്യുക, ഇങ്ങനെയുള്ളത് പറയണതിനൊന്നുമില്ല. അതെന്തെങ്കിലും എന്തില്ല, രക്തസാക്ഷിത്വമില്ല. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ 1-ാം നൂറ്റാണ്ടിൽ ഇത് എഴുതിയിരിക്കുന്ന സമയത്തൊക്കെ യേശുവിനെ സാക്ഷിച്ചാൽ അവരെ കൊന്നുകളയും, അവൻ മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് യേശുവിനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങനെ ആരും അടിക്കുന്നുമില്ല, അല്ലെങ്കിൽ ആരെയും ക്രൂശിക്കുന്നുമില്ല. കളിയാക്കും, പരിഹസിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും. നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പണ്ണി വാക്കൊക്കെ ഉപയോഗിച്ച് നമ്മളെ കൂകിയെന്ന് വരും, അല്ലെങ്കിൽ പരിഹാസത്തിന്റെ സ്വരത്തിൽ ഇടപെട്ടത്. ഇതൊക്കെയാണ് നമ്മുടെ മാർട്ടിയാണ്. മനസ്സിലായല്ലോ? നമ്മുടേതായ വിഷമം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ലജ്ജയ്ക്ക് കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെയുള്ള ചിന്തകളാണ്. കുഞ്ഞുങ്ങളെ, അതിനെ നമ്മൾ അതിജീവിക്കണം. നമ്മൾ മാർട്ടസുകാർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയും ലജ്ജിക്കാതെ യേശുവിനെ ഉയർത്തി പറയാൻ കഴിയണം. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി നമുക്കത് സാധിക്കാം. കാരണം ദൈവം നമുക്ക് തരുന്ന നന്മകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉന്നതമായ വിജയങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന സൗഖ്യം,
നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള നന്മകൾ, ഈ ഭൂമിയിൽ തന്നെ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഭക്ഷണവും പാനീയവും അതുപോലെ കൂട്ടും എല്ലാം, ഒരുപാട് നമ്മുടെ ഫെലോഷിപ്പ്, നമ്മുടെ ചർച്ച്, നമ്മുടെ നല്ല നല്ല ലീഡേഴ്സ്, നമ്മെ പഠിപ്പിക്കുന്നവർ, ഇവരെല്ലാം കുറിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത് മാത്രമല്ല, വായി കൊണ്ട് ഏറ്റു പറയാൻ സാധിക്കും. ആരെങ്കിലും എന്തെങ്കിലും എങ്ങനെയാ തനിക്ക് ഇത്രയും വലിയ പൊസിഷനിലേക്ക് വരാൻ കഴിയുന്നത്? ദൈവത്തിന്റെ കൃപയാണ്. എന്റെ യേശു എന്നെ സഹായിച്ചതുകൊണ്ടാണ്. അത് എവിടെ വെച്ച് വേണേലും പറയാം, ഓഫീസിൽ വെച്ച് പറയാൻ പറ്റും, എവിടെ വെച്ച് വേണേലും പറയാം. അതായത് കുഞ്ഞുങ്ങളുടെ വിജയം അത് ദൈവം അവന് കൊടുത്തതാണ്, ദൈവം അവൾക്ക് കൊടുത്തതാണ്. അവളുടെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ അത് എന്റെ യേശു, ഞാൻ ആരാധിച്ചു വരുന്നത് എന്റെ യേശു കൊടുത്തതാണ്. ഇത് പരസ്യമായി നമുക്ക് പറയാൻ കഴിയണം, അവിടെ ലജ്ജിക്കാനായിട്ട് ഇടവരുന്നത്. അതിന് പ്രാർത്ഥനാ യോഗത്തിൽ പോകുമ്പോൾ പറയാം എന്ന് വിചാരിക്കരുത്. അവിടെ ആരും പറയത്തില്ലല്ലോ. അവിടെ പറഞ്ഞാലും നമുക്ക് മാറ്റസ് ഇല്ല. മാറ്റസ് മാറ്റിയിടം രക്തസാക്ഷിത്വം വേണമെന്നുണ്ടെങ്കിൽ പരസ്യമായി മറ്റുള്ള ആളുകളോട് പറയണം, മറ്റുള്ള ജാതികളോട് പറയണം. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അതുകൊണ്ടാണ് ദൈവം ഈ നന്മയൊക്കെ എനിക്ക് തന്നത് എന്ന് പറയാൻ കഴിയണം. അങ്ങനെ കഴിയണം ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ. ആ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് നോക്കിയാൽ, ഞാൻ വളരെ മോശനായി, നിരീശ്വരവാദിയായി, മദ്യപാനിയായി, വീട്ടിലെ മുമ്പിൽ വരാതെ ഭയങ്കര മോശമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് 1977 ആദ്യ 2-3 മാസം. ഒടുവിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങ് ഓടി പൊക്കളഞ്ഞാൽ മതി, മരിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് താടി വളർത്തിയിട്ടുണ്ട്, മുടി നീട്ടിയിട്ടുണ്ട്, ഭയങ്കര മോശമായിട്ട് ജീവിക്കുന്ന സമയത്താണ് പോൾ രാമേന്ദ്രൻ എന്ന എഴുമറ്റൂർ, തിരുവല്ലയ്ക്ക് കിഴക്ക് മാറിയുള്ള എഴുമറ്റൂർ എന്ന ഗ്രാമത്തിൽ നിന്നുള്ളതായ ഒരു സാറ് ഞങ്ങളുടെ നാട്ടിൽ സുവിശേഷ പ്രചരണത്തിനുമാണ്. അദ്ദേഹം ഒരു ഹിന്ദു കൺവെർട്ടാണെന്ന് പറയുന്നത്, ഒരു ക്ഷത്രിയ നായർ നിന്ന് വന്നിരിക്കുന്ന ഒരു വിശ്വാസിയാണ്. ഭയങ്കര തീവ്രവാദിയായിട്ട് പോയ നല്ല സുവിശേഷകനാണ്. അദ്ദേഹം എന്നെ പ്രസംഗിച്ചല്ല എന്നോട് അദ്ദേഹം സാക്ഷിച്ചത്. തന്നെ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സ്റ്റൂളിൽ ഞാൻ ഇരിക്കുന്ന അദ്ദേഹം ഒരു കസേരയിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് ഇങ്ങനെ യേശുവിനെ കുറിച്ച് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം സാക്ഷ്യം പറയാണ്. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ മദ്യപാനിയായിരുന്നു, ഞാൻ ഒരുപാട് മോശമായിരുന്നു, ദൈവം എന്നെ വിടുവിച്ചു. എന്നെ ഇപ്പോൾ മാന്യതയുള്ള എല്ലാവരും എന്നെ കണ്ട സാറെന്ന് വിളിക്കും. കേരളം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പറയുന്നു. ദൈവം ഇങ്ങനെയല്ല. ദൈവത്തിൻ്റെ കുഞ്ഞ്, നിന്നെയും ദൈവം അങ്ങനെ എന്നെ ആക്കും. യേശുവിനെ നീ നിന്റെ ഉള്ളിൽ രക്ഷകനും ദൈവവും എല്ലാമായി നീ സമർപ്പിച്ചു പ്രതിഷ്ഠിച്ചു കൊടുക്കണം നിന്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിൻ്റെ സുവിശേഷം, അദ്ദേഹം പറഞ്ഞ സുവിശേഷം, ക്രൂശിലെ സ്നേഹത്തെ അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചു. എനിക്ക് വേണ്ടി മരിച്ചവനെ കുറിച്ച്, ഉയർത്തവനെ കുറിച്ച്, ആ യേശുവിനെ അന്ന് ഞാനിപ്പം രക്ഷകനായി സ്വീകരിച്ചത് അദ്ദേഹം ഒറ്റയ്ക്ക് സാക്ഷ്യം പറഞ്ഞതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് നമ്മുടെ വായ കൊണ്ട് സുവിശേഷം, വായ കൊണ്ട് യേശുവിനെ ഉയർത്തിക്കളയാം. അത് ആരോടും പറയാം, എവിടെ വേണേലും ഇരുന്നും പറയാം, നിന്നുകൊണ്ട് പറയാം, ഒറ്റ വാചകത്തിൽ പറയാം. ഒറ്റ വാചകം, എൻ്റെ കർത്താവ് ഇത് വലിയ നന്മ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന ഒറ്റ വാക്കുകൊണ്ട് പറയും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ അത് പറയാതിരുന്ന നന്ദികേടാണ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് തന്നെയാകട്ടെ. നമ്മുടെ ജീവിതം കൊണ്ടും കർത്താവിനെ സാക്ഷിക്കണം. അതിന് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ അത് സംസാരിക്കാം എങ്ങനെയാണ്. അതെ, നമ്മളെ വായ കൊണ്ട് എങ്ങനെ യേശുവിനെ സാക്ഷിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. Then Peter opened his mouth and preached and spoke to the people. അതെ, ദൈവം ഈ വചനങ്ങളിലൂടെ അനുഗ്രഹിക്കുമാറായിട്ട് വേണ്ടുവോളം.